ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ? പള്ളിയിൽ പോയില്ലെങ്കിൽ എന്താണ് കുഴപ്പം? ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് മാതാവിനോടും വിശുദ്ധരോടുമൊക്കെ പ്രാർത്ഥിക്കുന്നത്? തുടങ്ങിയ ചോദ്യങ്ങൾ കേൾക്കാത്തവരായി ആരുണ്ട് നമ്മുടെ ഇടയിൽ? ഈശോ ഒരിക്കൽ തന്റെ ശിഷ്യന്മാർക്ക് ഇപ്രകാരം ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്: നിങ്ങൾ ഫരിസേയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുക. ഈ വചനഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഈശോ തന്നെ തന്റെ സ്റ്റേറ്റ്മെന്റിനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പത്തിന്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരിസേയരുടെയും സദൂക്കായരുടെയും പ്രബോധനത്തെ പറ്റി സൂക്ഷിച്ചു കൊള്ളാൻ അവൻ അരുൾ ചെയ്തെന്ന് അവർ അപ്പോൾ മനസ്സിലാക്കി. ശിഷ്യന്മാർക്ക് അന്ന് മനസ്സിലായ ഈ ഗുരുവചനം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്നും നമ്മുടെ ഇടയിൽ ചില പ്രസ്ഥാനങ്ങളും സംഘടനകളും പ്രഥമ ദൃഷ്ടിയാൽ അപകടകാരികളല്ല എന്ന് തോന്നിപ്പിക്കുന്ന ചില പ്രാസംഗികരുമൊക്കെ നാം സൂക്ഷിക്കേണ്ട ഫരിസേയരുടെ പുളിമാവുകൾ ആവുന്നുണ്ട്. അവർ നമ്മുടെ വിശ്വാസമാകുന്ന മാവിലേക്ക് അവരുടെ തെറ്റായ പ്രബോധനങ്ങളാകുന്ന പുളിമാവ് ചേർക്കാൻ കഠിനമായി ശ്രമിക്കുന്നുണ്ട്. തുടക്കത്തിൽ നാം കേട്ട ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ചെറിയ സംശയങ്ങൾ ജനിപ്പിക്കുകയും പ്രാർത്ഥനാ ജീവിതത്തിൽ വിള്ളലുകൾ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വലിയ കുറവുകൾ വരുത്തുകയും ചെയ്യും. വിശ്വാസികൾക്ക് ജ്ഞാനം പകരാൻ അപ്പോസ്തലിക സഭ സത്യവിശ്വാസത്തിന്റെ പ്രബോധനങ്ങൾ നമ്മുടെ വൈദികരിലൂടെയും വേദപഠനത്തിലൂടെയും വേദപാരംഗതന്മാരുടെ പഠനങ്ങളിലൂടെയും നമുക്ക് നൽകിയിട്ടുണ്ട്. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി സഭയ്ക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ സഭ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ എഴുതി വച്ചിട്ടുമുണ്ട്. ഇത്തരം ഉത്തരങ്ങളിലൂടെ നാം കടന്നു പോകുന്നില്ല എന്ന് മാത്രം. ഫരിസേയരുടെ പുളിമാവിനെ സൂക്ഷിക്കണമെന്ന ഈശോയുടെ വചനം നമ്മെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കട്ടെ. സഭയുടെ പഠനങ്ങളോട് ഈശോ നമ്മെ ചേർത്ത് നിർത്തട്ടെ. ആമീൻ.